വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ 1 കിലോനാണ്. ഇത് നമുക്കൊരു മപ്പാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് 1 കിലോ ബീഫ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സവാള, 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതക്കിയെടുത്ത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി, ഇതിലേക്കുള്ള മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂണ്, കുറച്ച് മുളക്, പൊടിക്കാത്ത മുളക്, തേങ്ങാപ്പാൽ. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ. ഇത് അധികം വെള്ളം ചേർക്കാതെ എടുത്ത തേങ്ങാപ്പാൽ കപ്പ്. നമുക്കിത് ഇറച്ചി ഒന്ന് കുക്കറിൽ കൊടുക്കാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതധികം സാധനങ്ങളൊന്നും ഇടാണ്ട് കുറച്ച് മഞ്ഞൾ, ഇതിന് കുറച്ച് മഞ്ഞൾ എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായി വാഷ് ചെയ്യണം. ഉരുളക്കിഴങ്ങ്, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൊർക്ക വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നമുക്കിതൊന്ന് ഒഴിച്ചെടുത്തിട്ട് അടുപ്പത്ത് കാട് വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. കൈ കൊണ്ട് ഈ ഉപ്പൊക്കെ ഒന്ന് ഇതൊന്ന് ചേർന്നിട്ട് മഞ്ഞൾ ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഈ ബീഫ് വേകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ വരും. നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വെന്തെടുക്കാം. വേണ്ട ഇപ്പം പാത്രം ഇതിലേക്ക് നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും വീട്ടാൻ ഇട്ട് കൊടുക്കാം. അതിലൊന്നും നോക്കാം. പച്ചമുളക് മൂത്ത് വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തട്ടി വെച്ചത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കട്ടെ. ഒന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ പച്ചമണക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി. നമ്മൾ പൊടി ഉണ്ടായിരുന്നില്ല മസാല, അത് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചതാണ്. ഇതൊന്നിങ്ങനെ പച്ചമണം പോകും. അപ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് പച്ചമണം ഉണ്ടായ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് സമയം കിടന്നൊക്കെ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിവാണ്. ഇനി നമുക്ക് ഈ വേപ്പിച്ച് വെച്ച ബീഫ് അതൊക്കെ കിട്ടുന്നത് ഇതൊന്ന് ഇളക്കി ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം. മസാല ഒക്കെ ഇതിൽ പിടിച്ചു വന്നു. ഇനി നമുക്ക് സെക്കൻഡ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ തേങ്ങാപ്പാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കാം. ശേഷം ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടിക്കൊടുക്കാം. ആ തേങ്ങാപ്പാലൊക്കെ ഒന്നെങ്കിൽ പിടിച്ച് വെക്കാം. ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാലൊഴിച്ച് അതൊക്കെ ഇതിന് നന്നായി പിടിച്ചു കൊടുക്കും.
ഇനി ഫസ്റ്റ് പാൽ അതധികം വെള്ളം ചേർക്കാണ്ട് എടുക്കുന്നതാണ്. അതൊഴിച്ചാൽ അധിക സമയം കത്തിച്ചോട്ടിൻ്റെ ആവശ്യമില്ല. ഒന്ന് മൂടി കൊടുത്താൽ കുറച്ച് സമയം, അധിക സമയം കത്തിക്കണ്ട. കറി തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ആക്കിയെടുത്താൽ മതിയേ. അപ്പം ഞാനൊരു ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാം. ഉള്ളിയൊക്കെ നല്ലോണം ചേർക്കാം. ഉള്ളിയൊക്കെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കറി വെക്കാൻ ഒഴിക്കണം. കണ്ടോ, ഇതുപോലെ ഒരു മപ്പാസ് ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ മപ്പാസ് നല്ല അടിപൊളി ടേസ്റ്റോടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക വേണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം, ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ഉപ്പും മുളകും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.